എഫേസ്യർക്ക് എഴുതിയ ലേഖനം ജോർജങ്ങള് പ്രാർത്ഥനയിൽ അനുസ്മരിച്ചതുപോലെ ധന്യനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം മുതൽ ഉള്ള ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. പ്രത്യേകിച്ചും 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തീയ പോരാട്ടത്തിൽ പ്രാർത്ഥനയുടെ അനിവാര്യതയാണ് ഇപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രാർത്ഥനയെ സംബന്ധിച്ച് നമ്മൾ പഠിച്ച പ്രധാനമായ 3 കാര്യങ്ങൾ ഓർമ്മയിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ ദിവസങ്ങളായി നമ്മുടെ ക്ലാസ്സുകൾ നടന്നിട്ട്. ക്ലിയർ ആണല്ലോ ശബ്ദം, അല്ലേ? താങ്ക് യു. ഈ കഴിഞ്ഞ ദിവസം ഒരു ഇച്ചിരി നെറ്റിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായി, അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഇപ്പോഴേ നമ്മള് ചിന്തിച്ചത് ദ ഫ്രീക്വൻസി ഓഫ് പ്രയർ, പ്രാർത്ഥനയുടെ തുടർമാനത, വെറൈറ്റി ഓഫ് പ്രയർ, പ്രാർത്ഥന ഏതൊക്കെ വിധത്തിലുള്ള പ്രാർത്ഥന, പിന്നെ പ്രയർ ഫോർ സ്പിരിച്വൽ ഇഷ്യൂസ്, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മിക്ക ആളുകളുടെയും പ്രാർത്ഥനയില് പ്രാധാന്യം നൽകുന്നത് ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഭൗതിക ആവശ്യങ്ങളോ ശാരീരിക ആവശ്യങ്ങളോ ആണ് പലരും എന്ന് പറഞ്ഞാൽ വിശ്വാസികളിൽ പോലും കണ്ടുവരുന്ന ഒരു ദുർവാസനയാണ്. എന്നാൽ ദൈവവചനം ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് ആത്മീക വിഷയങ്ങൾക്കാണ്. അത് നമ്മൾ ചിന്തിച്ച് വന്ന ഒരു വിഷയമാണ്. നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മീക വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകണം. നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ വേദഭാഗത്ത് തന്നെ പൗലോസ്ലീഹ ആവശ്യപ്പെടുന്ന വിഷയം എന്താണെന്ന് നോക്കി. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ചിന്തിച്ചതുപോലെ ഈ ലേഖനം അല്ലെങ്കിൽ ഈ വരികൾ എഴുതുമ്പോൾ, ഈ വാക്കുകൾ പൗലോസ്ലീഹ എഴുതുമ്പോൾ താൻ കാരാഗ്രഹത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ താൻ ന്യായമായിട്ട് പറയേണ്ടത് കാരാഗ്രഹത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. എന്നാൽ പൗലോസ് ആഗ്രഹിച്ചതും എഫെസോസിലെ വിശ്വാസികളോട് താൻ അപേക്ഷിച്ചതും അഥവാ അഭ്യർത്ഥിച്ചതും തൻ്റെ മോചനത്തിനു വേണ്ടിയല്ല, ജയിലിൽ നിന്നുള്ള മോചനത്തിനു വേണ്ടിയല്ല. കണ്ടോ, അവിടെ കൊടുത്തിരിക്കുന്ന വിഷയം കണ്ടോ? എന്തിനു വേണ്ടിയാണ്? ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനപതിയായി, 19-ാം വാക്യം, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കുവാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം കിട്ടും. അതിനു വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? പിശാച് ഒരു വലിയ ശ്രമം നടത്തിയിരിക്കുക. പിശാച് ചെയ്തിരിക്കുന്ന ഒരു വലിയ അവൻ ആസൂത്രണം ചെയ്തിരിക്കുന്ന ഒരു വലിയ സംഭവം ഇവിടെ ഉണ്ട്. എന്താ? പൗലോസിനെ കാരാഗ്രഹത്തിലാക്കി. എന്നിട്ട് എന്ത് ചെയ്യുക? സുവിശേഷത്തിന്റെ വായ് മൂടിക്കെട്ടുക. പൗലോസ് മുഖാന്തരം സുവിശേഷം മറ്റുള്ളവർ കേൾക്കാതിരിക്കുക. അതാണ് പിശാചിന്റെ തന്ത്രം. സുവിശേഷം പ്രസ്താവിക്കുകയും അറിയിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാരുടെ വായടയ്ക്കുക, നാവടയ്ക്കുക, അവർക്ക് സംസാരിക്കാനുള്ള അവസരം നിഷേധിക്കുക. ഇതാണ് പിശാചിന്റെ തന്ത്രം.
അത് പിശാജ് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമുണ്ട്. സുവിശേഷം പ്രസംഗിക്കുമ്പോഴാണ് ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകം ഓർക്കണം, നമ്മള് ഈ സുവിശേഷ പ്രസംഗത്തിന്റെ പ്രാധാന്യം പലരും മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പൊ തന്നെ പല സഭകളും പല പുരോഗമനവാദികളും, നമ്മുടെ സഭാന്തരീക്ഷത്തിലെ പുരോഗമനവാദികളും പറയുന്നത് സുവിശേഷം പ്രസംഗത്തിന്റെ കാലം കഴിഞ്ഞു, നീ പ്രസംഗിച്ചിട്ട് കാര്യമില്ല, പ്രസംഗത്തിന്റെ കാലം കഴിഞ്ഞു എന്നാണ്. ഇത് പിശാചിന്റെ ഏറ്റവും വലിയ അജണ്ടയാണ്. ദൈവമക്കൾ ഓർക്കണേ, സുവിശേഷം പ്രസംഗിക്കാതെ, നമ്മൾ റോമാലേഖനം 10-ാം അധ്യായം പഠിച്ചപ്പോഴും ആ കാര്യം പ്രത്യേകം ഓർക്കുകയുണ്ടായി. സുവിശേഷം പ്രസംഗിക്കപ്പെടാതെ ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നില്ല. രക്ഷയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ രണ്ടാമത്തേതാണ് പ്രസംഗം. ഐക്യപ്പെടുക, പ്രസംഗിക്കുക, ഇത് രണ്ടും വളരെ പ്രധാനമാണ്. ആ പ്രസംഗം കേട്ട് വിശ്വസിക്കുക, അങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്. ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കാരാഗ്രഹത്തിന്റെ കവാടങ്ങൾ എനിക്ക് വേണ്ടി തുറക്കപ്പെടാനും, ഇവിടെ പറയുന്ന വാക്ക് കണ്ടോ 19-ാം വാക്യത്തിൽ, എന്റെ കയ്യിൽ കിടക്കുന്ന ചങ്ങല മാറാനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നല്ല പൗലോസ് പറയുന്നത്. തന്റെ ലക്ഷ്യം ആത്മീയമാണ്. തന്റെ വായ തുറക്കപ്പെടണം, താൻ പ്രസംഗിക്കണം, സുവിശേഷം മറ്റുള്ളവർ കേൾക്കാനുള്ള അവസരമുണ്ടാകും. അപ്പോൾ അങ്ങനെ ആത്മാക്കൾ രക്ഷിക്കപ്പെടും. ഇതാണ് പൗലോസ് പ്രാധാന്യം നൽകിയ വിഷയം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ വളരെ വിനയത്തോടെ പറയട്ടെ, നമ്മുടെ ഈ ക്ലാസ് കഴിഞ്ഞ് യൂട്യൂബിലൂടെ ശ്രദ്ധിക്കുന്ന വിശ്വാസികളോട് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്, നമ്മുടെ പ്രാർത്ഥനയുടെ പ്രധാന വിഷയം ആത്മീകമായിരിക്കണം. ആത്മീകമായിരിക്കണമെന്ന് മാത്രമല്ല, സുവിശേഷത്തിന്റെ വ്യാപനമായിരിക്കണം. അപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ വ്യക്തിയുടെ ആത്മീക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള നമ്മുടെ പഠനത്തിൽ ഒടുവിൽ നമ്മൾ പഠിക്കാൻ വെച്ചിരുന്ന കാര്യമാണ് പ്രാർത്ഥനയിലെ പ്രധാനമായ ഓബ്ജക്റ്റ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കാമോ? പൗലോസ് പറയുന്നത് 18-ാം വാക്യത്തിൽ സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. താൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് അവിടെ ഉണ്ട്. എന്നാൽ താൻ പറയുന്നത് എനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നതല്ല യഥാർത്ഥത്തിലുള്ള പക്ഷവാദം എന്ന് പറയുന്നത്. സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനത് അധികം വിശദീകരിക്കാതെ പറയാം. ഈ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നല്ല. ഇനിയും ഞാൻ നിങ്ങളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെടരുതെന്നുമല്ല. പിന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ വൃത്തം വളരെ വ്യാപകമായിരിക്കും. സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ നേരത്തെ ചിന്തിച്ച ഒരു ഭാഗം ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയോ? സകല വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രമല്ല. നമുക്ക് നോക്കാം, തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കി. 1 തീമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും
ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. ആ വചനം തുടങ്ങുന്നത് എങ്ങനെയാ? ഒന്നാമത്തെ വചനം തുടങ്ങുന്നത് എങ്ങനെയാ? സകല വിശുദ്ധന്മാർക്കും വേണ്ടി എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു വിശ്വാസിയെ ഈ ഭൂമിയിൽ ദൈവം ആക്കിയിരിക്കുന്നു, അഥവാ നമ്മളെ രക്ഷിച്ചിവിടെ ആക്കിയിരിക്കുന്നത് നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ മരിക്കുന്നിടം വരെ ഇവിടെ സുഖമായ ജീവിതം നയിക്കാൻ വേണ്ടി ഉള്ള അപേക്ഷയും യാചനയും കഴിക്കാൻ വേണ്ടി അല്ല. ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ്, സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ പ്രാർത്ഥനയിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സകല മനുഷ്യരും അതിനകത്തുണ്ടായിരിക്കണം, സകല വിശുദ്ധന്മാരും അതിലുണ്ടായിരിക്കണം. ഇന്ത്യയിൽ ഏതാണ്ട് 140 കോടി ജനങ്ങളുണ്ട്. അതിൽ നമ്മൾ അറിയുന്നത് എത്ര പേരെയാണ്? കൂടി വന്നാൽ ഒരു 1000കണക്കിന് ആളുകളെ മാത്രമേ നമ്മൾക്ക് അറിയത്തുള്ളൂ. എന്നാൽ 10,000 ഇവിടെയുണ്ട്, ലക്ഷോപലക്ഷങ്ങളുണ്ട്. അവരെ നമ്മൾ അറിയുന്നില്ല. എന്നാൽ നമ്മുടെ ദൗത്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിലെ സകല ജനത്തിനും വേണ്ടി, ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിന്. അപ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് പരിചിതരും അപരിചിതരുമായിട്ടുള്ള സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ബാധ്യത നമ്മൾക്കുണ്ട്. അപ്പോൾ സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ പ്രാർത്ഥനയിലെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആത്മീകമായിരിക്കണം. ഒരു വ്യക്തിക്ക് രോഗസൗഖ്യം വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം, സാമ്പത്തികമായ ഞെരുക്കം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം, അവരുടെ ജീവിതത്തിൽ അവർ അഭിമുഖീകരിക്കുന്ന നിത്യജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയിലെ മുഖ്യ വിഷയം അവർ രക്ഷിക്കപ്പെടണം, അവർ ദൈവകൃപയിൽ ജീവിക്കണം, അവർ ആത്മീകരായി തീരണം, ദൈവവചനത്തിൽ അവർ വളരണം. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയിലെ ലക്ഷ്യവും മുഖ്യ വിഷയവും. ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ ഭൗതിക കാര്യങ്ങൾക്കോ എൻ്റെ ശാരീരിക ആവശ്യങ്ങൾക്കോ എൻ്റെ വിമോചനത്തിന് വേണ്ടിയോ അല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ വായ് തുറക്കപ്പെടണം, 1. 2, സുവിശേഷത്തിന്റെ മർമ്മം. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ് സുവിശേഷത്തിന്റെ മർമ്മം. ഇതൊക്കെ നമ്മൾ വിസ്തൃതമായി ചിന്തിക്കേണ്ടതാണ്. ഒരു പരിധി വരെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുമാണ്. ഇന്ന് സുവിശേഷം എന്ന് പറഞ്ഞ് ഇന്ന് പ്രസംഗിക്കപ്പെടുന്ന എല്ലാം സുവിശേഷമല്ല കേട്ടോ. വളരെ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ബൈബിളും കൊണ്ട് ഞാൻ ഒരു കത്തോലിക്ക പുരോഹിതന്റെ ഒരു പ്രസംഗം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം, ആധുനിക സഭയുടെ ഏറ്റവും വലിയ പരാജയം ഇന്ന് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നില്ല. ഞാൻ ഒറ്റ വാചകത്തിൽ പറഞ്ഞു പോകും. എന്താ സുവിശേഷത്തിന്റെ മർമ്മം? സുവിശേഷത്തിന്റെ മർമ്മം രോഗസൗഖ്യമാണ്. സുവിശേഷത്തിന്റെ മർമ്മം ഭൗതിക നന്മകളാണ്. സുവിശേഷത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്
നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഉയർന്ന നിലയിൽ ജീവിക്കാൻ കഴിയുന്നതാണ്. സുഖ സൗകര്യങ്ങളോടുകൂടെയുള്ള ജീവിതം, അതാണ് സുവിശേഷം. അല്ല, സുവിശേഷം നേരെ മറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ഒരു വാചകത്തിൽ പറയാൻ ആഗ്രഹിക്കും, എന്താ സുവിശേഷം? അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ സുവിശേഷത്തിന്റെ മർമ്മം എന്താ? കർത്താവായ യേശുക്രിസ്തുവാണ് സുവിശേഷം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ 2 തീമോഥെയോസ് 2:8. അവിടെ സുവിശേഷമാണ്. ഇനി 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, അവിടെ സുവിശേഷമുണ്ട്. എന്താ സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് സുവിശേഷം. ഒറ്റ വചനത്തിൽ ഞാൻ അതങ്ങ് ഒതുക്കുക. ഇവിടെ ഒരുപാട് വ്യാപകമായ വിശാലമായ കാര്യങ്ങളുണ്ടാവും ഒരു വചനത്തിൽ. ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ടെന്നറിയാം. സുവിശേഷ യോഗൻ എത്രയോ പേര് ആ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നറിയാം, തീരുമാനമെടുത്തിട്ടുണ്ടെന്നറിയാം. ക്രിസ്തു ജനിച്ചു, ക്രിസ്തു മരിച്ചു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഈ 3ഉം ചേർന്നതാണ് സുവിശേഷം. ഇതില്ലെങ്കിൽ സുവിശേഷമില്ല. ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താ? സുവിശേഷം എന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിൽ ക്രിസ്തു ഇല്ല. അവിടെയാണ് പ്രശ്നം. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, സുവിശേഷത്തിന്റെ മർമ്മം പ്രസംഗിക്കപ്പെടണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സകല വിശുദ്ധന്മാർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ പഠിച്ച കാര്യം തന്നെ ഞാൻ ഒരു വാചകത്തിലൊന്ന് പറഞ്ഞിട്ട് പോവാം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ കണ്ടല്ലോ അല്ലേ? 1 ശമൂവേൽ 12-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം ഓർക്കുന്നോ? 1 ശമൂവേൽ 12-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ശമൂവേൽ പ്രവാചകൻ പറയുന്നതാണ്, ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാനിടവരരുത്. എന്താ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടല്ല പാപം ചെയ്യുന്നത്. ശമൂവേൽ പ്രവാചകൻ പറയുന്നത് എന്താ? ഞാൻ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുത്. നോക്കണം, ഇത് ബൈബിളിലെ ഒരു വലിയ വിഷയമാണ്. ഞാൻ അവിടുന്ന് പെട്ടെന്ന് അങ്ങ് മുന്നോട്ട് പോവുക. നമ്മൾ കണ്ടു പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥന നമ്മൾ കണ്ടില്ലേ? എന്താ? എവിടെയൊക്കെ പൗലോസ് പ്രാർത്ഥിക്കുന്നു അവിടെയെല്ലാം ദൈവമക്കളുടെ, വിശ്വാസികളുടെ ആത്മീക നന്മ, അവരുടെ വളർച്ച. ദൈവം അനുവദിച്ചാൽ ഞാനൊരു പുസ്തകം എഴുതാനൊക്കെ പ്ലാൻ ചെയ്ത് കുറെ കാര്യങ്ങൾ ശേഖരിച്ചു വെച്ചിട്ട് ആ വിഷയം ഇതാണ്, പൗലോസിന്റെ പ്രാർത്ഥന. നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിനോളം വലിപ്പമുള്ള ഒരു പുസ്തകത്തിനുള്ള വക പൗലോസിന്റെ പ്രാർത്ഥനയിലുണ്ട്. നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞാൽ അതിനകത്ത് എന്തോ ഉണ്ട്? നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്തോ എടുക്കാനുണ്ട്? ഒന്നും എടുക്കാനില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കഴിഞ്ഞ 2000-ഓളം വർഷങ്ങളായി അനേക എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വേദപണ്ഡിതന്മാർ പഠിച്ചിട്ടും ബാക്കി നിൽക്കുന്ന വിഷയങ്ങളാണ് പൗലോസിന്റെ പ്രാർത്ഥനയിലുള്ളത്. നമ്മുടെ പ്രാർത്ഥന എല്ലാം കൂടെ കൂട്ടി പിന്നെ കുറച്ച് ഹരിച്ചു ഗുണിച്ചൊക്കെ എടുത്താൽ എത്രയുണ്ട്? ഓർക്കണം, ഏറ്റവും വലിയ ഒരു ആത്മീക വിഷയമാണ് പ്രാർത്ഥന എന്നുള്ളത്. മുൻപോട്ട് പോകാൻ നമ്മൾ ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് സംബന്ധിച്ചൊരു ഉദാഹരണം ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത് എന്നെ വളരെയേറെ ചിന്തിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്,
ഈ യുദ്ധം വലിയ ആന്തരിക സൗഖ്യമുണ്ടാക്കും. നമ്മളെ യുദ്ധം ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നതല്ലേ, ഉണ്ടാകാതിരിക്കട്ടെ. ഇപ്പൊ തന്നെ വലിയ ഒരു യുദ്ധത്തിന്റെ എല്ലാ സാഹചര്യവും ഒത്തുവന്നിട്ടുണ്ട്. എന്റെ വിഷയം ഇപ്പൊ അതല്ലല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? യെരൂശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യുദ്ധങ്ങൾ ഒഴിവാക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ യുദ്ധങ്ങൾ ചില നന്മകൾ കൊണ്ടുവരും. യുദ്ധങ്ങൾ ചില സാമൂഹ്യ റെവല്യൂഷൻസ്, സാമൂഹ്യമായ ചില വിപ്ലവങ്ങൾ കൊണ്ടുവരും. അതാണ് ഈ ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത്. ഡി മാർട്ടിൻ ലോയിഡ് ജോൺസ് എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തമല്ല, സംഭവമാണ്, ചരിത്ര സംഭവമാണ്. ഈ സ്പാനിഷിൽ ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഈ യുദ്ധം, ആഭ്യന്തര കലഹം, ആ കലഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ സ്പെയിനിലെ ഈ സ്പാനിഷ് ജനം എന്ന് പറഞ്ഞാൽ അവർ വലിയ സ്വാർത്ഥമതികളായി, അവർ വലിയ സെൽഫിഷായി. അവർക്കപ്പുറത്ത് ലോകമില്ല. അവരുടെ ഏറ്റവും വലിയ ആ ചിന്തയും എല്ലാം അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ലോകമായിരുന്നു അവർക്ക്. സംഭവിച്ചത് എന്താണെന്നറിയാമോ? അവര് മാനസിക പിരിമുറുക്കത്തിലേക്ക് ധാരാളം ആളുകൾ, ഒരുപാട് പേര് ഡിപ്രഷൻ എന്ന് പറഞ്ഞ രോഗത്തിന് അടിമയായി. കാരണം അവരെപ്പോഴും അവരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവരുടെ വേദനകൾ, അവരുടെ കാര്യങ്ങൾ, അവരുടെ ജീവിതം, അവര് ഉയർന്നു ജീവിക്കണം. സംഭവിച്ചെന്താണെന്നറിയാം? അവർ തങ്ങളിലേക്ക് തന്നെ ചുരുങ്ങിയപ്പോൾ അവരുടെ ദുഃഖങ്ങളും അവരുടെ വേദനകളുമായി അവർ ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് മാനസിക സംഘർഷങ്ങൾക്ക് അവർ വിധേയരായി. സംഭവിച്ചത് എന്താണെന്നറിയാമോ? സ്പെയിനിൽ എവിടെയും ധാരാളം സൈക്കോളജിക്കലായിട്ടുള്ള പഠനത്തിനുള്ള കേന്ദ്രങ്ങളുണ്ടായി. നിങ്ങൾക്കറിയാമോ? ഈ മാനസിക രോഗികളെ ചികിത്സിക്കാനുള്ള അവിടുത്തെ ക്ലിനിക്കുകൾ ധാരാളം ഉണ്ടായി. ഇവിടെ ഇപ്പൊ കേരളത്തിൽ ഒരുപാടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ കൗൺസിൽ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇതുപോലെ മാനസികമായിട്ടുള്ള ഒരുപാട് ക്ലിനിക്കുകൾ, സൈക്കോളജിക്കൽ ക്ലിനിക്കുകൾ ധാരാളം ഇന്നിപ്പോ ലോകത്തിലുണ്ട്. ഇനി കേരളത്തിലുണ്ട്. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ പുതുമഴയ്ക്ക് കുമിള് മുളയ്ക്കുന്നത് പോലെ ഇതൊക്കെ ഉണ്ടായിരിക്കുന്നു. എന്താ കാര്യം എന്നറിയാമോ? മനുഷ്യൻ അവനെ കുറിച്ച് മാത്രം ചിന്തിച്ച് അവന്റെ വേദനകളും അവന്റെ സന്തോഷങ്ങളുമായി ഒതുങ്ങിക്കൂടിയപ്പോൾ അവർ മാനസികമായ സംഘർഷത്തിലേക്ക് അവർ വീണുപോയി. ഈ സമയത്താണ് ഇവർക്ക് അവരുടെ ഭാവിയെ കുറിച്ച് അമിതമായ ആകാംക്ഷ, അതുപോലെ തന്നെ അവര് നിരന്തരം പരീക്ഷിക്കപ്പെടുക, ടെംപ്റ്റേഷൻസ്, ഇതെല്ലാം കാരണം അവർ വളരെയേറെ മാനസികമായി നിരാശയിലായി. ഈ സമയത്ത് അവരെ സഹായിക്കാൻ വേണ്ടി ഗവൺമെന്റ് തന്നെ സ്പോൺസർ ചെയ്ത ഒരുപാട് മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടായി. ഈ സമയത്താണ്, ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്നത്, ഈ സമയത്താണ് ഈ ആഭ്യന്തര കലഹം അവിടെ പൊട്ടിപ്പുറപ്പെടുന്നത്. അനേകർ വീട് വിട്ടു പോകേണ്ടി വന്നു. അനേകരുടെ വീടുകൾ അഗ്നിക്കിരയാക്കി. അനേക പ്രശ്നങ്ങളായി. അനേകർക്ക് തങ്ങളുടെ ഭർത്താക്കന്മാരെ, ഭാര്യമാരെ വിട്ടിട്ട് ഓടേണ്ടി വന്നു. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തെ അവർ ഓടേണ്ടി വന്നു. കുഞ്ഞുങ്ങൾ അനാഥരായി. തങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെയാണെന്ന് അവര് അറിയാതെയാണ്. ഈ സമയത്ത് അവരെന്ത് ചെയ്യുന്നറിയാമോ? ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാരെ ഓർത്ത് നിലവിളിക്കാൻ തുടങ്ങി. ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരെവിടെ,
അവരില്ലാതെ അവർ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ കുറിച്ച് ഓർത്ത് വിലപിക്കാൻ തുടങ്ങി. മാതാപിതാക്കൾ മക്കളെ കുറിച്ച് ഓർത്ത് വേദനിക്കാൻ തുടങ്ങി. സംഭവിച്ചത് എന്താണെന്നറിയാമോ? തങ്ങളിലേക്ക് തന്നെ ചുരുങ്ങിയ ഇവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് അവരുടെ ലോകം വലുതായി. മറ്റുള്ളവരുടെ വേദനകൾ അറിയാൻ ഈ യുദ്ധം, ആഭ്യന്തര യുദ്ധം കാരണമായി. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പോരാട്ടങ്ങൾ, അതാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായം. ഈ പോരാട്ടങ്ങൾ ഒരിക്കലും നമ്മളെ തകർക്കാനുള്ളതാണ്. മറിച്ച് നമ്മൾക്കപ്പുറത്തൊരു വലിയ ലോകമുണ്ട്. ഇതുപോലെയുള്ള പോരാട്ടങ്ങൾ അഭിമുഖീകരിക്കുന്ന ധാരാളം ദൈവമക്കളുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം എന്നുള്ള വലിയ ഒരു ആത്മീക അനുഭവത്തിലേക്ക് നമ്മുടെ ആത്മീക ലോകം വിസ്തൃതമാകുവാൻ ഈ പോരാട്ടങ്ങൾ കാരണമാവും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോരാട്ടം എപ്പോഴും ആവശ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ജീവിക്കുന്ന, ഇന്ത്യയിലെ തെക്കേ അറ്റത്ത് കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ മണിപ്പൂരുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം എന്താ? അവർക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലും മണിപ്പൂരിന് വേണ്ടി പ്രാർത്ഥിക്കാത്തവരായിട്ടുണ്ടോ? എന്താ ഇപ്പോൾ നമ്മുടെ തെലങ്കാനയിൽ നടക്കുന്നത്? നമ്മുടെ ചുറ്റുപാടുള്ള രാജ്യങ്ങളിൽ നടക്കുന്നത് എന്താണ്? ഞാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് വളരെ എളിമയോടെ പറയട്ടെ, 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇവിടെ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്ന വേറെ ആരുമല്ല. ഇവിടെ ഏറ്റവും അധികം വില കൊടുക്കേണ്ടി വരുന്നത് കർത്താവിനെ ആത്മാർത്ഥമായി അക്ഷയമായി സ്നേഹിക്കുന്ന ആത്മീകരായ ദൈവമക്കളാണ്. ഇവിടെ പ്രാർത്ഥനയ്ക്ക് വളരെയേറെ പ്രാധാന്യം. അപ്പോൾ നമ്മുടെ ലോകം വലുതാകുന്നത് പോരാട്ടങ്ങളുടെ നടുവിലാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഇവിടെ പോരാട്ടത്തെ കുറിച്ച് പറഞ്ഞിട്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് താൻ ഓർമ്മിപ്പിക്കുന്നതാണ്. ഞാന് ചുരുങ്ങിയ സമയം കൊണ്ട് ഈ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള വലിയ ദൗത്യം സംബന്ധിച്ച് ദൈവവചനം നമ്മളെ അനുസ്മരിപ്പിക്കുന്ന ചില ദൃഷ്ടാന്തങ്ങളും ഉദാഹരണങ്ങളും അതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ വളരെ വേഗം. കേൾക്കുന്നല്ലോ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കും. ഓക്കെ. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു പേരുണ്ട്. നമ്മൾ എല്ലാവരും ഒക്കെ വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്തൊക്കെ ഇരുന്ന് ഞാൻ ചോദിക്കുന്നതിനൊക്കെ ഒന്ന് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഒരു വലിയ സന്തോഷമാണ്. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ നല്ലത്. മധ്യസ്ഥ പ്രാർത്ഥന. മധ്യസ്ഥ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ പറയുന്ന പേര് മധ്യസ്ഥ പ്രാർത്ഥന എന്നാണ്. ആ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം നമ്മൾ കണ്ടോ? മുമ്പ് നമ്മുടെ സഹോദരി വായിച്ചു കേൾപ്പിച്ച വാക്യം 1 തീമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് ചില പര്യായങ്ങൾ,
പ്രാർത്ഥനയുടെ ചില പര്യായങ്ങൾ പറയുന്നു. എന്തൊക്കെയാ? ഒന്ന്, യാചന. 1 തീമോഥെയോസ് 2:2 ഒന്ന്, യാചന. 2, പ്രാർത്ഥന. 3, പക്ഷവാദം. 4, സ്തോത്രം. പ്രാർത്ഥനയിലുള്ള 4 കാര്യങ്ങളാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അതിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കണ്ടോ? എന്താ? പക്ഷവാദം, ഇന്റർസെഷൻ എന്നുള്ള വാക്കാണ്. ഇതിന് യെഹെസ്കേൽ പ്രവചനത്തിൽ നമ്മൾ കാണുന്ന ഒരു വാക്ക്, ആ റെഫറൻസ് കൃത്യം ഞാൻ ഓർക്കുന്നില്ല. ആ വാക്ക് ഇടിവിൽ നിൽക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിനും നമ്മൾ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്ന ജനത്തിനും നടുവിൽ നിന്ന് ഇവരുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയും. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഇതാണ് മഹാപുരോഹിതൻ ചെയ്യുന്നത്. യേശുക്രിസ്തു ഇന്ന് സ്വർഗത്തിൽ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നത് ഇതാണ്. എന്താ? നമ്മൾക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് എന്ത് ചെയ്യാണ്? പക്ഷവാദം ചെയ്യുക. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ആവർത്തിച്ചു വരുന്ന ഒരു പ്രയോഗമാണ് ഈ മഹാപുരോഹിതന്റെ പക്ഷവാദ ശുശ്രൂഷ എന്നുള്ളത്. അപ്പോൾ യേശുക്രിസ്തു മാത്രമല്ല പക്ഷവാദ ശുശ്രൂഷയ്ക്ക് നിയോഗിതനായിരിക്കുന്നത്. നമ്മളും എന്ത് ചെയ്യണം? പക്ഷവാദ ശുശ്രൂഷ ചെയ്യുക. ഇനിയും യേശുക്രിസ്തു പക്ഷവാദം ചെയ്യുന്നത് പോലെ തന്നെ ശ്രദ്ധിക്കുക, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വേണ്ടി 26-ാം വാക്യം, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ആത്മാവ് നമ്മൾക്ക് വേണ്ടി ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ എന്ത് ചെയ്യുന്നു? പക്ഷവാദം ചെയ്യും. ഞാൻ ഇതൊന്ന് ഒരു വാചകത്തിൽ ഇങ്ങനെ പറയാം. പിതാവിന്റെ സന്നിധിയിൽ പുത്രനും ഭൂമിയിൽ പരിശുദ്ധാത്മാവും എന്ത് ചെയ്യാണ്? പക്ഷവാദം ചെയ്യുക. ക്രിസ്തുവിന്റെ പക്ഷവാദം സ്വർഗത്തിലും പരിശുദ്ധാത്മാവിന്റെ പക്ഷവാദം ഭൂമിയിലുമാണ്. അവർ തങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നില്ല, അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. കാര്യം പുത്രനും പരിശുദ്ധാത്മാവും സർവശക്തിയുള്ള ദൈവമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് വേണ്ടി അപേക്ഷിക്കുക, പ്രാർത്ഥിക്കുക. കേൾക്കുക, ഇതേ ശുശ്രൂഷ ദൈവവചനം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. ഇതൊരു വലിയ ദൗത്യമാണ്. ജനത്തിന്റെ വിടുതലിന് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുക, പക്ഷവാദം ചെയ്യും. അതാണ് പൗലോസ്. ഞാൻ പറയുന്ന വിഷയം ഇതാണ്: സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, പക്ഷവാദം ചെയ്യുക. പ്രാർത്ഥനയിലെ ഏറ്റവും ഉയർന്ന തലമാണ് പക്ഷവാദം എന്ന് പറയുന്നത്. നോക്കാം നമുക്ക് ചില ഉദാഹരണം. പുറപ്പാട് പുസ്തകം 1-ാമത്തെ ഉദാഹരണം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടി പക്ഷവാദം ചെയ്യുന്നത് കാണാം. ഓർക്കേണ്ട കാര്യം, മോശ ഇവിടെ മാത്രമല്ല, ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തുന്ന ആ ഘട്ടത്തിൽ ആവർത്തിച്ച് മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ പുറപ്പാട് പുസ്തകം
32-ാം അധ്യായത്തിൽ ജനം പാപം ചെയ്തു. ദൈവം കൊടുത്ത ന്യായപ്രമാണത്തിലെ ആദ്യ 2 കൽപ്പനകൾ അവർ ലംഘിച്ചു. വിഗ്രഹമുണ്ടാക്കി അന്യ ദൈവത്തെ അവർ സേവിച്ചു. ഞാനല്ലാതെ അന്യ ദൈവം ഉണ്ടാകരുത് എന്നുള്ളതും വിഗ്രഹമുണ്ടാക്കരുത് എന്നുള്ള 2 കൽപ്പനയും ലംഘിച്ചപ്പോൾ നോക്കണം, 32-ാം അധ്യായത്തില് നിങ്ങള് ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പൊന്ന് വായിച്ചിട്ട് പഠിച്ചിട്ട് കിടന്നാൽ നന്നായിരിക്കും. ദൈവം മോശയോട് പറയുകയാണ്, ഈ ജനത്തെ ഞാൻ വെച്ച് പൊറുപ്പിക്കുകയില്ല, ഞാൻ അവരെ നിഗ്രഹിക്കാൻ പോകുകയാണ്. ദൈവം ഈ 32-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് ജനം പാപം ചെയ്യുന്നു. തുടർന്ന് ദൈവം അവരെ ന്യായം വിധിക്കാനായിട്ട് തയ്യാറാകും. നോക്കുക, ദൈവം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. മോശയോട് ദൈവം പറയുക, ഈ ജനത്തെ ഞാൻ ദഹിപ്പിക്കാൻ പോകുകയാണ്. ഇനി അടുത്ത വാചകം എന്നെ വിടുക എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഞാൻ ദൈവമക്കളെ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ വേഗത്തിൽ പറയട്ടെ. ജനത്തെ മുഴുവനും കൊല്ലാൻ പോവുക. 600,000 എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ മാത്രം 6 ലക്ഷം. നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ടല്ലോ. അവരുടെ ഭാര്യമാർ 12 ലക്ഷം. ഒരു വീട്ടിൽ ഒരാളെ കണക്കിലെടുത്തോ 18 ലക്ഷം. 18 ലക്ഷം പേരെ ദൈവം ദഹിപ്പിക്കാൻ പോകുകയാ. ദൈവം പറഞ്ഞു, ഞാൻ ഈ ജനത്തെ ദഹിപ്പിക്കും. മോശ എന്താ ചെയ്തെന്നറിയാമോ? എന്നിട്ട് ദൈവം പറഞ്ഞ എന്താണെന്നറിയാമോ? നിനക്ക് ഞാൻ നല്ല ഒരു ഓഫർ തരിക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ ഞാൻ കൈവിടുകയില്ല. നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും. നമ്മൾ ആയിരുന്നു മോശയുടെ സ്ഥാനത്തെങ്കിൽ എന്തു പറഞ്ഞേനെ? ഒറ്റ സെക്കൻഡ് പോലും താമസിക്കരുത്, ദൈവമേ ഒന്നേരെ ദഹിപ്പിച്ചേരെ. എന്റെ കാര്യം സേഫ് ആണല്ലോ, എന്നെ വലിയ ജാതിയാക്കുമല്ലോ. എന്നാൽ മോശ പറഞ്ഞത് എന്താണ്? 11-ാം വാക്യം നോക്കി. മോശ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു പറഞ്ഞത്, യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത്? അടുത്ത വാചകം, മലകളിൽ കൊന്നുകളയുവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിക്കുവാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിസ്രയീമ്യരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിന്? ദൈവത്തിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ആരാ? മോശ. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നെറ്റ് സ്റ്റക്കായ. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. യെസ്, ഞാൻ പറഞ്ഞല്ലോ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ എൻ്റെ നെറ്റിന്റെ കണക്ഷനില് ഇടയ്ക്ക് ഒരു ഇത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര ഗൗരവമായിട്ടാണ്
ദൈവത്തിന്റെ ദാസനായ മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചത് പക്ഷപാതം ചെയ്തു. തടസ്സമുണ്ടോ? ഇല്ല. ഓക്കെ, താങ്ക് യു. അതുപോലെ മനുഷ്യർക്ക് ആർക്കും പ്രാർത്ഥിക്കാൻ കഴിയൂല. എന്തായാലും മോശ ഒരു മനുഷ്യനായിരുന്നു, അല്ലേ? അതെ അതെ, മോശ ഒരു മനുഷ്യനായിരുന്നു. ദൈവം ഇവിടെ ഒരു വാക്ക്, 10-ാം വാക്യത്തില് ഒരു വചനം എന്നെ വളരെ, ഞാൻ സമയലാഭത്തിന് വേണ്ടി പലതും കുറച്ച് പറഞ്ഞു പോവാം. 10-ാം വാക്യത്തില് ദൈവം മോശയോട് പറയുന്ന ഒരു വാചകമുണ്ട്. എന്താ? എന്നെ വിടുക. കണ്ടോ? എന്നെ വിടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മോശ ദൈവത്തെ കയറി വട്ടം പിടിച്ചിരിക്കുക. ദൈവം ജനത്തെ ദഹിപ്പിക്കാൻ ദൈവം ചാടിപ്പുറപ്പെടുമ്പോൾ മോശ കയറി ദൈവത്തെ വട്ടം പിടിച്ചിരിക്കുകയാണ്. ദൈവമേ, പ്രവർത്തിക്കരുത്, അങ്ങനെ ചെയ്യരുത്, മിശ്രയീമ്യരെ കൊണ്ട് പറയിപ്പിക്കരുത്, നീ അവരെ കൊന്നുകളഞ്ഞാൽ മിശ്രയീമ്യർ ഈ നശിച്ചു പോകുന്നവരെ അല്ല കുറ്റം പറയുന്നത്, അങ്ങയാണ് കുറ്റം പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് മുട്ടേ നിൽക്കാം, ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം, ഇടിവിൽ നിൽക്കാം. ദൈവത്താൽ നശിപ്പിക്കപ്പെടുവാൻ, ദൈവകോപം ഉച്ചിയിലിറങ്ങാൻ ന്യായമായ അർഹതയുള്ളവർക്ക് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഇതാണ് കർത്താവ് തമ്പുരാൻ പഠിപ്പിച്ചത്. നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തിനെതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സന്തോഷ് കുളങ്കര എന്ന് പറഞ്ഞ ഒരാള് ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്, പേര് പറഞ്ഞ് ഞാൻ പറയുന്നത് ക്ഷമിക്കണം, പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാമോ? ഈ ഭൂമിയിൽ എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയാത്ത ദൈവത്തിന് സ്വർഗത്തിൽ എന്ത്? അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഞാൻ പറയുന്നില്ല, വളരെ മോശമായ ഒരു പദപ്രയോഗമാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് സ്വർഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. എന്താ കാരണം എന്നറിയാമോ? ഇത്രയും അന്യായം ഇവിടെ നടന്നിട്ട് ദൈവം ഇടപെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ദൈവം ഇടപെടാത്തതിന്റെ കാരണം എന്താണെന്നറിയാം? എല്ലാവരും മാനസാന്തരപ്പെടണം. സ്വർഗത്തിൽ ഒരാള് മോശയല്ല, സ്വർഗത്തിൽ ഒരാള് പക്ഷപാതം ചെയ്യുന്നുണ്ട്. തീയിറക്കരുതേ, അവരുടെ മേൽ ന്യായവിധി അയക്കരുതേ എന്ന് സ്വർഗത്തിൽ നിന്നൊരുത്തൻ പക്ഷപാതം ചെയ്യുന്നു. യേശുക്രിസ്തു, കർത്താവായ യേശുക്രിസ്തു. ഓർക്കണം, ഇപ്പോൾ ഈ പക്ഷപാത പ്രാർത്ഥനയുടെ, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഫലവും പ്രാധാന്യവും ശക്തിയും ദൈവമക്കൾ ഓർക്കണം. ദൈവം തന്റെ കോപത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. മോക്ഷവാദം നിമിത്തം. എന്നാൽ അതിൻ്റെതായ ന്യായവിധിയും ബാധയും അവരുടെ മധ്യത്തിൽ ഉണ്ടായി. എങ്കിലും ദൈവം മോശയുടെ പ്രാർത്ഥന കേട്ടു. മറന്നുപോകരുത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്തോത്രം, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവം എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇതാ. രണ്ടാമത്, 1 ശമൂവേലിന്റെ പക്ഷവാദം. 1 ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ, 25-ാം അധ്യായത്തിന്റെ 24 മുതൽ 31 വരെയുള്ള വാക്യം.
ഇനിയും 25-ാം അധ്യായത്തിലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ശമൂവേലിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാ. ഞാൻ ഒറ്റ വാചകത്തിൽ അത് പറയാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ സഭയില് ഞങ്ങളുടെ ശുശ്രൂഷിച്ച ഒരു ഭാഗമാണ്. എന്താണെന്നറിയാമോ? അവിടെ ആകമൊക്കെ നിങ്ങൾ ഓരോ വചനവും എടുത്തൊന്ന് വായിച്ച് ധ്യാനിക്കണം. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞു തരാൻ ഒരാളൂടെ ഉണ്ടെങ്കിൽ വളരെ അനുഗ്രഹം. എനിക്കറിയാം, പിന്നെ ഷണ്ണം പറയുന്നുണ്ടല്ലോ, ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും. അപ്പൊ ഒരാൾ പൊരുൾ തിരിച്ചു തരുന്നത് നല്ലതാണ്. എന്നാൽ തനിയെ ഒന്ന് വായിച്ചു നോക്ക് നിങ്ങള്. ഈ 25-ാം അധ്യായത്തില് നാബാൽ എന്ന് പറഞ്ഞ ഭോഷനായ ഒരു ഭർത്താവ് ദാവീദിനോടും അവന്റെ ദാസന്മാരോടും ചെയ്ത ഹീനമായ പ്രവർത്തിക്ക് ആ നാബാൽ എന്ന് പറഞ്ഞ ഭോഷനായ ഭർത്താവിന്റെ ഭാര്യ അബീഗയിൽ എന്ന് പറഞ്ഞ ബുദ്ധിമതിയായ ഭാര്യ സ്ത്രീ ദാവീദിന്റെ കാൽക്കൽ വീണ് ഈ നാബാലിനു വേണ്ടി പക്ഷവാദം ചെയ്തു. ദാവീദ് തന്റെ കൂടെയുള്ള സൈന്യവുമായി, തന്റെ കൂടെയുള്ള യോദ്ധാക്കളുമായി, വീരന്മാരുമായി നേരെ ഈ നാബാലിനെ കൊല്ലാൻ വാളും എല്ലാവിധമായ ആയുധങ്ങളോടും കൂടെ പുറപ്പെടുമ്പോഴാണ് ഈ സ്ത്രീ വന്ന് കാൽക്കൽ വീണത്. നാബാലിനെ രക്ഷിച്ചത് സാമർഥ്യമുള്ള അബീഗയിലിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. കേട്ടോ കേട്ടോ കുടുംബങ്ങളില് ഭർത്താക്കന്മാരെ, ഭാര്യമാരെ പക്ഷവാദം കൊണ്ട് രക്ഷിക്കാനുള്ള ബാധ്യത പക്ഷവാദ ശുശ്രൂഷയുടെ പ്രാധാന്യം അനേക പുരുഷന്മാർ ഭോഷത്വം പ്രവർത്തിക്കുവാൻ തയ്യാറാകും. ദൈവത്തെ മറന്ന് ഭോഷത്വം പ്രവർത്തിക്കാൻ അനേക ക്രിസ്തീയ കുടുംബങ്ങളിൽ തന്നെ എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ എടുത്തു ചാടി അങ്ങ് പോവുകയാണ്. പള്ളിയിലെ പ്രശ്നമായിരിക്കും, സഭയിലെ പ്രശ്നമായിരിക്കും, ശൗര്യം മൂത്ത് ഓടിപ്പോവുകയാണ്. സാമർഥ്യമുള്ള ഭാര്യ, ആത്മീയയായ ഭാര്യ എന്ത് ചെയ്യണം? ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. നല്ല ദാവീദിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ ദൈവം വിടുതലിന്റെ ദൈവമാണ്. എനിക്ക് നന്നായിട്ടറിയാം, അനേക ഭവനങ്ങളിലെ സഹോദരിമാരും സഹോദരന്മാരും തങ്ങളുടെ ഭർത്താക്കന്മാരുടെയോ തങ്ങളുടെ ഭാര്യമാരുടെയോ വിവേചനം കൂടാതെയുള്ള പ്രവർത്തനം, വിവേകം കൂടാതെയുള്ള പ്രവർത്തനം കാരണം ഞെരുക്കവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരായിട്ട് അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ശുശ്രൂഷയാണ് പ്രാർത്ഥനയല്ല, പിന്നെ പക്ഷവാദം ചെയ്യുക. ഇനിയും ശമൂവേൽ പ്രവചനം 7-ാം അധ്യായത്തില് 8-9 വാക്യങ്ങൾ നോക്കിയേ. ജനം ചെന്ന് ശമൂവേലിനോട് പറയുക, ജനത്തിനറിയാം ശമൂവേൽ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും, മറുപടി നൽകുമെന്ന്. ജനത്തിനു വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ശമൂവേലിൽ ജനത്തിന് വിശ്വാസമായി. ഞാന് സമയപരിമിതി കൊണ്ട് പെട്ടെന്ന് പുതിയ നിയമത്തിലേക്ക് വരട്ടെ. നിങ്ങൾ നോക്കിയേ, പുതിയ നിയമ വിശ്വാസികൾ ഇപ്പൊ ഞാൻ പറഞ്ഞ 2 കാര്യം ഇനിയുണ്ട്, ഞാൻ അവിടേക്ക് പോകുന്നില്ല. ഈ 2 ഉദാഹരണങ്ങൾ പഴയ നിയമത്തിലെയാ.
നമ്മൾ കണ്ടു ശമൂവേൽ പറഞ്ഞ കാര്യം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കയിൽ യഹോവയുടെ പാപം ചെയ്യുവാൻ ഇടവരരുത്. അപ്പോൾ ജനത്തിനു വേണ്ടിയുള്ള പക്ഷപാതം നിവർത്തിക്കാതിരിക്കുമ്പോൾ ദൈവത്തോട് ഒരു ദൈവദാസൻ പാപം ചെയ്യുകയാണ്. പുതിയ നിയമത്തിലേക്ക് വന്നേ, ഞാൻ പെട്ടെന്ന് 2-3 ദൃഷ്ടാന്തങ്ങൾ ഓടിച്ചു പറയാം. ഒന്ന്, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. പൗലോസ് അപ്പോസ്തലൻ എപ്പഫ്രാസിനെ കുറിച്ച് പറയുന്ന വചനമാണ്. കൊലോസ്യ സഭയിലെ ശുശ്രൂഷകന്മാരിൽ ഒരാളായിരുന്നു, ടീച്ചേഴ്സിൽ ഒരാളായിരുന്നു എപ്പഫ്രാസ്. എപ്പഫ്രാസ് എന്നുള്ള പേര് 2 വിധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ലേഖനങ്ങൾ. ഒന്ന് എപ്പഫ്രാസ് എന്നും മറ്റേത് എന്നും. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്ന എപ്പഫ്രാസ് തന്നെയാണ് ഈ കൊലോസി ലേഖനത്തിൽ കാണുന്ന എപ്പഫ്രാസ്. ഇത് രണ്ടും ഒരാള് തന്നെയാണ്. എപ്പഫ്രാസിനെ കുറിച്ച് പൗലോസ്ലീഹ പറയുന്നു. നോക്കിയേ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തു യേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിനെ അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. കണ്ടോ, ഈ വചനങ്ങളൊക്കെ സഭയുടെ ശുശ്രൂഷാരംഗത്ത് നിൽക്കുന്ന ദൈവദാസന്മാരെ ഏറ്റെടുക്കേണ്ട വചനങ്ങളാ. സഭാജനങ്ങളെ കൂട്ടിവരുത്തി ചടുലമായ ഒരു പ്രസംഗം ചെയ്ത് അവരെ വചനം പഠിപ്പിക്കുക മാത്രമല്ല, ഈ എപ്പഫ്രാസ് കൊലോസ്യ സഭയിലെ ഒരു വേദാധ്യാപകനായിരുന്നു. കേട്ടോ, അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് വചനങ്ങളുണ്ട് കേട്ടോ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ ഈ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് പറയുന്നുണ്ട്. താൻ പൗലോസിനെ ശുശ്രൂഷിച്ച് രോഗിയായി മരിപ്പാറായി എന്നവിടെ പറയുന്നുണ്ട്. മരണത്തോളം അടുത്തു എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് കൊലോസ്യ ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ്. ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസിന്റെ കൂടെയാണ്. നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. കാരാഗ്രഹത്തിൽ പൗലോസിനെ ശുശ്രൂഷിക്കുക. അദ്ദേഹം എപ്പഫ്രാസിനെ കുറിച്ച് പറയുന്ന കമന്റേഷൻ കണ്ടോ? എന്താണ് താൻ പറയുന്നത് നോക്കിയേ. എന്താ? അവൻ നിങ്ങൾ തികഞ്ഞവർ, ഓരോന്നിനും 1, 2 എന്ന് നമ്പർ ഇട്ടവൻ. പ്രാർത്ഥിക്കുമ്പോൾ, മറ്റു വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട വിഷയം എന്താ? മറ്റുള്ളവർ വിശ്വാസികൾ തികഞ്ഞവരാകണം. 1, നിങ്ങൾ തികഞ്ഞവരാകണം. 2, ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരാണ്. 3, പൂർണ്ണ നിശ്ചയമുള്ളവരായി ദൈവസന്നിധിയിൽ അവർ പ്രാഗൽഭ്യത്തോടെ നിൽക്കണം. അതിനുവേണ്ടി പൗലോസ് എന്ത് ചെയ്യുക? കൊലോസ്യയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, സകല വിശുദ്ധന്മാർക്കും വേണ്ടി പക്ഷവാദം ചെയ്യുക, കുറിച്ചിട്ട് പ്രാർത്ഥിക്കണം. ആളുകളുടെ പേരെഴുതി. ഈ അടുത്ത കാലത്താണ് ഞാൻ ആ കാര്യത്തിലൊക്കെ എനിക്കിപ്പോ വീഴ്ച വന്നിട്ടുള്ളത്. അനേക ദൈവ മക്കളുടെ പേരെഴുതി വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഇന്ന് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ കൂടെ ആരാധിക്കുന്ന ഈ സഭ എന്ന് പറയുന്നത് ഒരു വലിയ ആത്മീയ സംവിധാനമാണ്. എനിക്ക്
നിങ്ങളൊക്കെ എത്ര പേര് സമുദായ ബന്ധമുണ്ട് എനിക്കറിയാം. സഭയും സമുദായവും തമ്മിൽ വളരെ അന്തരമുണ്ട്, വ്യത്യാസമുണ്ട്. രക്ഷിക്കപ്പെട്ട് ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്നതാണ് സഭ. ഈ സഭയിൽ നമ്മുടെ കൂടെ ആരാധിക്കുന്ന, നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പക്ഷവാദം ചെയ്യുക. എന്താണ് എപ്പഫ്രാസിന്റെ പ്രാർത്ഥനാ വിഷയം? അവരെ വലിയവരാക്കണമേ, പണം കൊടുക്കണേ, മക്കളെ വിദേശത്ത് കൊണ്ടുപോകണേ, അവരുടെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തണേ? അല്ല, രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ഒന്ന്, അവർ തികഞ്ഞവരാകണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ തികഞ്ഞവർ എന്നുള്ള വാക്കെടുത്ത് കളിയാക്കുകയാണ് ചെയ്യുക. അദ്ദേഹത്തിന്റെ പറച്ചിൽ കേട്ടാൽ, അവളുടെ പറച്ചിൽ കേട്ടാൽ തോന്നും അവള് വലിയ തികഞ്ഞോളാണെന്ന്, അല്ലേ? തികഞ്ഞോനാണെന്ന്. എന്നാൽ ഒരു ദൈവവൈദ്യന്റെ പ്രാർത്ഥനാ വിഷയം എന്തായിരിക്കണമെന്നറിയാമോ? വിശ്വാസി ആത്മീകമായി തികഞ്ഞവരാകണം. എനിക്കിന്ന് അതൊന്നും പറയാൻ നേരമില്ല. തികഞ്ഞവരാകുക എന്ന് പറഞ്ഞത് സിൻലെസ് പെർഫെക്ഷൻ അല്ല, പാപമില്ലാത്ത പരിപൂർണമായ വിശുദ്ധിയിലെത്തുന്ന കാര്യം മാത്രമല്ല. നമ്മൾ തികഞ്ഞവരാകാൻ വേണ്ടി, മറ്റുള്ളവർ തികഞ്ഞവരാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ട്, സഹോദരങ്ങളെ, ഇതെല്ലാം പ്രിയപ്പെട്ടവരും കേൾക്കണ്ടേ. എനിക്ക് വളരെ ദുഃഖം തോന്നും. ഞാൻ ചങ്കുപൊട്ടി ഇതൊക്കെ ക്ലാസ് എടുക്കുകയാണ്. എത്ര പേരാണ് ഇതൊക്കെ സംബന്ധിക്കുന്നതും കേൾക്കുകയും ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയും ഈ പഠിക്കുന്നവർ തന്നെ എല്ലാം ഗ്രഹിക്കണം കേട്ടോ. എന്താ ഈ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം, ഞാൻ പ്രവർത്തിക്കേണ്ട ദൈവഹിതം അതറിഞ്ഞാണോ? തോന്നുന്നത് പോലെ അങ്ങ് പോവല്ലേ. ഏതെങ്കിലും ഒന്ന് വാങ്ങണമെന്ന് തോന്നിയാൽ അങ്ങ് വാങ്ങിക്കുക, ഏതെങ്കിലും ഒന്ന് വിൽക്കണമെന്ന് തോന്നിയാൽ അങ്ങ് വിൽക്കുക, ഏതെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് തോന്നിയാൽ അങ്ങ് ചെയ്യുക, ഇല്ലേ? ഇതിൽ ദൈവത്തിന്റെ ഹിതം അന്വേഷിച്ചിട്ടാണോ ചെയ്യുന്നത്? ആണോ ചെയ്യുന്നത്? നമ്മുടെ വീടുകളിലൊക്കെ കുഞ്ഞുങ്ങൾ വളർന്നു വരിക. അവരുടെ വിവാഹം നടക്കേണ്ടത് എങ്ങനെയാ? പണം നോക്കി, സൗകര്യം നോക്കി, വിദ്യാഭ്യാസം നോക്കി. അനേക വീടുകൾ കണ്ണീരും കയ്യുമാ. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഈ തൊട്ടടുത്ത ദിവസം ഞങ്ങളുടെ ഇവിടെ അടുത്ത് തടിയൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അമേരിക്കയിൽ നിന്ന് വന്ന ചെറുക്കൻ, ക്രിസ്ത്യാനി ചെറുക്കൻ, തടിയൂരുള്ള പെണ്ണിനെ കെട്ടാൻ പള്ളി വന്നതാ. എല്ലാം പറഞ്ഞുറപ്പിച്ചു. കെട്ടാൻ വന്നതാ കല്യാണത്തിന്. കേൾക്കണോ? കാറ് കൊണ്ടുവന്ന് നിർത്തി മണവാളന്റെ. ചെറുക്കനെ വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങാൻ വയ്യ, കാലുറയ്ക്കുന്നില്ല. ഒരു പരുവത്തിൽ ആളുകൾ വന്ന് പിടിച്ചിറക്കി. അച്ഛൻ ചെന്ന് ഇതെന്താന്ന് ചോദിച്ചു. അച്ഛനെ ചീത്ത വിളിച്ചു. പ്രശ്നമായി. പോലീസ് വന്നു. കല്യാണം നടന്നില്ല. പെൺവീട്ടുകാർക്ക് 6 ലക്ഷം രൂപ കൊടുത്ത് രണ്ടു കൂട്ടരും പിരിഞ്ഞുപോയി. പ്രിയ സഹോദരങ്ങളെ, ദൈവഹിതം അറിയാതെ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ക്രിസ്തീയ ഭവനങ്ങൾ കൊടുക്കേണ്ടി വരുന്ന വില ചെറുതായിരിക്കുകയില്ല. കണ്ടോ? എപ്പഫ്രാസ് പ്രാർത്ഥിച്ച വിഷയം എന്താ? എന്റെ സഭയിലെ വിശ്വാസികൾ ദൈവഹിതത്തിൽ പൂർണ്ണ നിശ്ചയമുള്ളവരായി. ഇതാണ് പക്ഷവാദം ചെയ്യുക. സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇനിയും പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥനകളെ കുറിച്ച് ഞാൻ പറഞ്ഞു.
എല്ലാം ഒന്നും എടുക്കാൻ എനിക്ക് നിവർത്തിയില്ല. നിങ്ങൾ നോക്കിക്കോ, ഏത് പ്രാർത്ഥനയാണെങ്കിലും പൗലോസ് പ്രാർത്ഥിച്ചത് തന്റെ ജീവന് തുല്യം, തന്റെ ഹൃദയ തുല്യം താൻ സ്നേഹിക്കുന്ന, തന്റെ വിയർപ്പും രക്തവും ചിന്തി താൻ നേടിയ ആത്മാക്കൾ അവർ ആത്മീകമായി സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ്, ആത്മീക പ്രകാശനം അവർക്കുണ്ടാകണം. 2, സ്പിരിച്വൽ മെച്യൂരിറ്റി, ആത്മീക പക്വത അവർക്കുണ്ടാകണം. 3, ആത്മീകമായി അവർ ശക്തരായി തീരണം. എന്റെ ദൈവമക്കളെ, എന്റെ പ്രിയമുള്ളവരെ, ഞാൻ എളിമയോടെ പറയട്ടെ, നമ്മൾ നമ്മുടെ സഹവിശ്വാസികൾക്ക് വേണ്ടി, സകല വിശുദ്ധന്മാർക്കും വേണ്ടി പക്ഷവാദം ചെയ്യണം. അവരുടെ ആത്മീക വളർച്ചയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അവരുടെ ആത്മീകമായ പ്രകാശനമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഞാൻ 1-2 ഭാഗം പറയാം. എഫേസ്യ ലേഖനത്തിൽ തന്നെ പൗലോസിന്റെ 2 പ്രാർത്ഥനകളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രാർത്ഥന 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളുടെ പ്രാർത്ഥനയാണ്. 1-ന്റെ 15 മുതൽ 23 വരെ. 2-ാമത്തെ പ്രാർത്ഥന, എഫേസ്യ ലേഖനത്തിലെ 2-ാമത്തെ പ്രാർത്ഥന 3-ാം അധ്യായത്തിലെ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. 3-ന്റെ 14 മുതൽ 21 വരെ. നമുക്ക് ഈ ഗ്രഹപാഠമൊന്നുമില്ലല്ലോ. നിങ്ങളിത് എഴുതി ഒക്കെ എന്നെ കാണിക്കുന്ന പരിപാടികളൊന്നും നമുക്കിങ്ങനെ നടക്കത്തില്ല, ഓൺലൈനിൽ നടക്കത്തില്ലല്ലോ. നിങ്ങൾ ഈ 2 പ്രാർത്ഥനകൾ വേറെ എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചു. ഈ 2 പ്രാർത്ഥനകൾ ഒന്ന് നോക്കിക്കേ. പൗലോസ് എന്ത് വിഷയത്തിനു വേണ്ടിയാ എഫേസോസിലെ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? അഥവാ പ്രാർത്ഥിച്ചെന്നുള്ള വാക്കല്ല ശരി, ഏതാ? പക്ഷവാദം ചെയ്യും. ഇനി മറ്റൊരു പക്ഷവാദം, പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു പക്ഷവാദം. 3 യോഹന്നാന്റെ 3-ാം ലേഖനം, 3-ാം ലേഖനം 2-ാം വാക്യം ഒന്ന് എഴുതി. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് ഗായസിന് വേണ്ടിയുള്ള യോഹന്നാന്റെ പ്രാർത്ഥനയാണ്. യോഹന്നാൻ അപ്പസ്തലൻ ഗായസ് എന്ന് പറഞ്ഞ ദൈവമകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കേൾക്കണേ, ഈ വളരെ കുറഞ്ഞ വാക്യങ്ങളേ ഉള്ളൂ, 15 വാക്യങ്ങളേ ഉള്ളൂ ഈ 3-ാം ലേഖനം. ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗങ്ങളിൽ ഒന്നാണിത്, ഈ 3-ാം ലേഖനം. 15 വാക്യങ്ങൾ. ഇതിനകത്ത് ചില വ്യക്തികളെ കുറിച്ച് യോഹന്നാൻ പരാമർശിക്കുന്നുണ്ട്. അതിലാദ്യത്തെ വ്യക്തിയാണ് ഗായസ്. ഞാൻ ആ ആളിനെ കുറിച്ച് മാത്രം പറയാം. ഈ ഗായസിനെ കുറിച്ച് താൻ പറയുന്ന കമന്റേഷൻ, നല്ല കുറെ അഭിപ്രായങ്ങൾ യോഹന്നാൻ ശ്ലീഹ ഇവിടെ ഈ ഗായസിനെ കുറിച്ച് പറയുന്നുണ്ട്. നോക്കണം, അവിടെ താൻ പ്രാർത്ഥിക്കുന്നു ഗായസിന് വേണ്ടി. ഇതാണ് പക്ഷവാദം. യോഹന്നാൻ പക്ഷവാദം ചെയ്യും ഗായസിന് വേണ്ടി. എന്താ പക്ഷവാദം ചെയ്യുന്ന വിഷയമെന്ന് നോക്കിയേ. ആ 2-ാം വാക്യം വളരെ സൂക്ഷ്മമായിട്ടൊന്ന് നോക്കിയേ. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ ആദ്യം ഇവിടെ പരാമർശിക്കുന്നത് എന്താ?
ആത്മാവ് സകലത്തിലും നീ സുഖവും ശുഭവുമായിരിക്കണം. അതെന്റെ ആഗ്രഹമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ താൻ തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? നിന്റെ ആത്മാവ്, സ്തോത്രം, ആത്മാവ് ശുഭമായിരിക്കുന്നത്. ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ പ്രിയം, ഒരു വ്യക്തിയുടെ ആത്മാവ് ശുഭമാകാതെ അവന്റെ ജീവിതത്തിൽ എത്ര ശുഭവും സുഖവും ഉണ്ടായാലും ഒരു പ്രയോജനവും. യോഹന്നാന്റെ വിഷയം എന്താണെന്നറിയാമോ? നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നു. അപ്പോൾ ആത്മാവ് മാത്രമല്ല, പ്രാണനും ശരീരവും ശുഭമായും സുഖമായും ഇരിക്കണം. അതിനുവേണ്ടി യോഹന്നാൻ പ്രാർത്ഥിക്കുക. സമയം തീരുന്നല്ലോ. ഇന്ന് നമ്മൾ സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. പ്രയോറിറ്റി നൽകേണ്ടത്, പ്രാർത്ഥനയിൽ പ്രയോറിറ്റി നൽകേണ്ടത്, പ്രാധാന്യം നൽകേണ്ടത്, പ്രഥമസ്ഥാനം നൽകേണ്ടത് നമ്മൾക്ക് വേണ്ടി അല്ല, സകല വിശുദ്ധന്മാർക്കും വേണ്ടിയാണ്. പക്ഷവാദം ചെയ്യുകയാണ് നമ്മുടെ ഏറ്റവും വലിയ ശുശ്രൂഷ എന്നുള്ളതാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും സ്തോത്രം, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പുതിയ നിയമത്തിൽ നിന്ന് ഓർമ്മിപ്പിച്ച് ഞാൻ നിർത്താം. അപ്പോൾ നമ്മുടെ സമയമാണ് 8:50. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പക്ഷവാദം. ലൂക്കോസ് സുവിശേഷം. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. നമുക്ക് ഈ ഭാഗം പരിചയമുണ്ടല്ലോ അല്ലേ? നന്നായിട്ട് അറിയാമെന്ന് ഞാൻ വിചാരിക്കും. ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശീമോൻ പത്രോസിനോട് പറയുന്ന വചനമാണ്. എന്താ കണ്ടോ? കർത്താവ് പറയാണ്, നിന്നെ ശീമോനെ ശീമോനെ സാത്താൻ, 31-ാം വാക്യം, സാത്താൻ കോതമ്പ് പോലെ പാറ്റേണ്ടതിനെ കൽപ്പന ചോദിച്ചു. ഞാനും നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഉണ്ടോ? ഇതാണ് പക്ഷവാത ശുശ്രൂഷ. എന്റെ പ്രിയമുള്ളവരെ, കൈകൂപ്പി തൊഴുതുകൊണ്ട് ഞാൻ പറയട്ടെ, കർത്താവ് തമ്പുരാൻ ആരുടെയെങ്കിലും പതനത്തിൽ സന്തോഷിക്കുന്നവൻ, ആരെങ്കിലും വീണ് കിട്ടാൻ ആഗ്രഹിക്കുന്നവൻ. ഇന്ന് അനേക വിശ്വാസികൾ, അനേക ദൈവമക്കളുടെ വീഴ്ചകൾ ആഘോഷമാക്കുന്ന കാലഘട്ടത്തിൽ അയ്യോ, ദുഃഖത്തോടെ ഞാൻ പറയട്ടെ, അനേകർ പരസ്പരം സംസാരിക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ അറിഞ്ഞോ? അയ്യോ, PS തമ്പാനെ കുറിച്ച് നിങ്ങൾ കേട്ടോ? അറിഞ്ഞോ? പുള്ളി പോയി കേട്ടോ? എന്തൊരു സന്തോഷത്തോടെയാ പറയുന്നതെന്നറിയാമോ? ഇത് കർത്താവിന്റെ ഹൃദയം. നമ്മുടെ ഭവനങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തി പാപം ചെയ്താൽ, വിശ്വാസത്തിൽ വീണുപോയാൽ, ഇന്ന് ആത്മീക ലോകം അതിനെ ആഘോഷമാക്കുകയാണ്. അറിഞ്ഞോ നിങ്ങൾ? അയാൾ പോയി കേട്ടോ? എന്തൊരു സന്തോഷമാന്ന് നോക്കിയേ.
സാധിക്കുമെങ്കിൽ ഒരു മാലപ്പടക്കം പൊട്ടിച്ചാഘോഷിക്കും പലരും. നരന്റെ കർത്താവിന്റെ മനസ്സുണ്ടോ? കോതമ്പ് പാറ്റുന്നത് പോലെ സാത്താൻ ഒരു ദൈവത്തിന്റെ വിശ്വാസത്തെ മാറ്റേണ്ടതിനു വേണ്ടി അനുവാദം ചോദിക്കുമ്പോൾ വിശ്വാസം പോകാതിരിക്കുവാൻ അവനു വേണ്ടി അവൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന നമ്മുടെ കർത്താവിന്റെ മാതൃക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉണ്ടല്ലേ? വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. സാത്താൻ ദൈവസന്നിധിയിൽ ചെയ്യുന്ന എന്താണെന്നറിയാമോ? വെളിപാട് 12:10. സാത്താൻ ദൈവസന്നിധിയിൽ ചെല്ലുന്നുണ്ടല്ലേ? ചെയ്യുന്ന എന്താ? രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുക. സാത്താൻ ചെയ്യുന്നതാ. യേശുക്രിസ്തു ചെയ്യുന്നതോ ഈ സഹോദരന്മാർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുക. ഞാൻ ഇന്ന് ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ലളിതമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. സാത്താൻ കുറ്റം ചുമത്തും. നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ സഹോദരങ്ങളുടെ കുറ്റങ്ങൾ എടുത്തു മറ്റുള്ളവരുടെ മുമ്പിൽ അനാവരണം ചെയ്താൽ, നമ്മളത് കാണിച്ചാൽ, നമ്മൾ ആരുടെ കൂട്ടുവേലക്കാരനാ? സാത്താന്റെ. സാത്താന്റെ കൂട്ടുവേലക്കാരൻ. അതേസമയം നമ്മുടെ സഹോദരങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടേണ്ടതിനും അവർ പാപം ചെയ്യാതിരിക്കേണ്ടതിനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആരുടെ കൂട്ടുവേലക്കാരൻ? കർത്താവിന്റെ കൂട്ടുവേലക്കാരൻ. ഇന്ന് രാത്രി കർത്താവ് നമ്മെ സഹായിക്കും. ഒരു വാക്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ നിർത്താം. 99-ാം സങ്കീർത്തനത്തിൽ 6-ാം വാക്യം ഒന്ന് വായിച്ചു തരാം. 99-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം. അവന്റെ പുരോഹിതന്മാരിൽ മോശയും അഹരോനും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ശമൂവേലും ഇവർ യഹോവയോട് അപേക്ഷിച്ചു, അവൻ അവർക്ക് ഉത്തരം അരുളി. ഈ വാക്യം മനപ്പാഠം പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കണം കേട്ടോ. എന്താ? അവന്റെ പുരോഹിതന്മാർ. പക്ഷവാദം പുരോഹിത ശുശ്രൂഷ. അവന്റെ പുരോഹിതന്മാരിൽ മോശയും അഹ്റോനും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ശമൂവേലും ഇവർ യഹോവയോട് അപേക്ഷിച്ചു, അവൻ അവർക്ക് ഉത്തരം അരുളി. നമ്മളെക്കുറിച്ചും കാലവും ചരിത്രവും ഇങ്ങനെ ഒന്ന് എഴുതാനിടയാകട്ടെ. ഇന്നിന്ന ആളുകൾ തങ്ങളുടെ ജനത്തിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം അവരുടെ അപേക്ഷകൾ നമ്മൾക്ക് രാത്രിയുടെ യാമങ്ങളിൽ സുഖനിദ്ര തരണേ എന്ന് പ്രാർത്ഥിച്ച് കിടന്ന് സുഖമായി ഉറങ്ങാനിടയാകാതെ ജനത്തിനു വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ എന്നെ രാത്രിയുടെ യാമങ്ങളിൽ ഉണർത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് രാത്രിയിൽ അനേക ദൈവമക്കൾക്ക് വേണ്ടി ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, സകല വിശുദ്ധന്മാർക്കും വേണ്ടി, അവരുടെ ആത്മീക ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് ദൈവത്തോട് പക്ഷവാദം ചെയ്യാം. നമ്മൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. നമ്മൾക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം.
സ്നേഹവാനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ രാത്രിയിൽ എളിയവരായ ഞങ്ങൾക്ക് അവിടുത്തെ വചനത്തിന്റെ മുമ്പിലിരുന്ന് ആത്മീക പോരാട്ടത്തിൽ പ്രാർത്ഥനയുടെ സ്ഥാനവും പ്രാധാന്യവും, അതിലുപരിയായി പക്ഷവാത ശുശ്രൂഷയുടെ മഹത്വം തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിനായ സ്തോത്രം. പിതാവേ, ഞങ്ങൾ ഈ പക്ഷവാത ശുശ്രൂഷയിൽ വളരെ പുറകിലാണ്. ഒരുപാട് വീഴ്ച ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ പക്ഷപാതം ചെയ്യാത്തത് കൊണ്ട് അനേകർ പാപം ചെയ്തിട്ടുണ്ട്. പാപം ചെയ്തവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതിൽ ഞങ്ങൾ വിമുഖത കാണിച്ചിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണം. ദൈവവചനമായ അങ്ങയുടെ തിരുവെഴുത്ത് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതുപോലെ മോശയും അഹ്റോനും ദാസന്മാരിൽ ശമൂവേലും ചെയ്തതുപോലെ പൗലോസും എപ്പഫ്രാസും യോഹന്നാനും ഞങ്ങളുടെ കർത്താവും ചെയ്യുന്നത് പോലെ പക്ഷപാതം ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കുറവുകളെ, പ്രാർത്ഥനയുടെ, അപേക്ഷയുടെ, പക്ഷപാതത്തിന്റെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. എളിയവരെ കേട്ടത് കൊണ്ട് സ്തോത്രം. ഇന്നും ഞങ്ങൾക്ക് ആവശ്യമുള്ള വചനം തന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തും. മഹത്വമെല്ലാം അവിടുത്തെ തൃപ്പാദങ്ങൾ അർപ്പിക്കുന്നു. കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമം എളിയവരുടെ പ്രാർത്ഥന കേൾക്കുമാറാകണം. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഏവരും ഒടും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടുകൂടെയും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.